ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കോളേജിലും ഓഫീസിലൊക്കെ പോകുമ്പോൾ നമുക്ക് എവറിഡേ യൂസ് ചെയ്യാൻ പറ്റുന്ന, അതായത് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച്, അതായത് ഒരു 9 ലിപ്സ്റ്റിക് ഷെയ്ഡാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. പ്ലമ്മിൻ്റെ വെൽവെറ്റ് ഹെയ്സ് മാറ്റ് ലിപ്സ്റ്റിക് ആണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഷെയ്ഡ് കണ്ടാൽ മനസ്സിലാവും. നമ്മളെ വെൽവെറ്റ് ഡ്രസ്സ് പോലെ തന്നെ ഒരു മാറ്റ്, നല്ല മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണിത്. ഈ ഷെയ്ഡ് വന്നിട്ട് ഇതാണ്. രണ്ടും രണ്ട് ശരിക്കും രണ്ട് കളറാണല്ലോ, അപ്പം തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ കുറച്ചുകൂടി ഡാർക്കർ സ്കിൻ ടോൺ ഉള്ളവർ ഇത് ട്രൈ ചെയ്യണ്ട. അധികം ഇങ്ങ് പോകുന്നും തോന്നില്ല. കുറച്ചും കൂടി ലൈറ്റർ സ്കിൻ ടോൺ ആവുമ്പോഴായിരിക്കും ഇത് കുറച്ചുകൂടി ചേരുന്നത്. പിന്നെ ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടാണ് ജസ്റ്റ് ഒന്ന് ഒരു ടിഷ്യൂ പേപ്പർ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഡാബ് ചെയ്ത് കഴിയുമ്പം കുറച്ച് ക്വാണ്ടിറ്റി ഇതിൽ വരും. പിന്നെ നമുക്ക് കാണുന്നത് ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു ലുക്കായിരിക്കും. അവനുള്ളൂ. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. പക്ഷെ ഇത് പറഞ്ഞ പോലെ ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിലി സാധനങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് ഇതെന്തായാലും നമ്മൾ റീഅപ്ലൈ ചെയ്യും. 04 ബോൾഡ് ബ്രിക്ക് ആണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട്. അടുത്തത് വന്നിട്ട് ഞാൻ ആയിരിക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇത് മാൾസിന്റെ ഖൂബ്സൂരത് കുച്ചിപ്പുടിയാണ്. ഞാൻ ഓൾറെഡി ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇട്ടേക്കുന്നതും ഈ മാൾസിന്റെ സെയിം ഷെയ്ഡാണ്. ഒരു ഓറഞ്ചിഷ് ഷെയ്ഡാണ്, ബ്രൗൺ അല്ല, പക്ഷെ ഒരു ഓറഞ്ചിഷ് ഷെയ്ഡ് തന്നെയാണ് ഇത് വരുന്നത്. നമ്മൾ 3 പേര് ട്രൈ ചെയ്തപ്പോഴും അത്യാവശ്യം ഇത് എല്ലാ സ്കിൻ ടോണിനും പോകുന്നുണ്ട്. കുറച്ചും കൂടി ഡാർക്കർ ആവുമ്പോൾ, അതായത് നമ്മൾ സ്കിൻ ടോൺ മാറുന്നതിനനുസരിച്ച് ചേഞ്ച് ഉണ്ട്, പക്ഷെ എന്നാൽ വലിയൊരു ചേഞ്ചും തോന്നിയിട്ടില്ല. പിന്നെ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുമെന്നുള്ളത്, ഇത് 189 റുപ്പീസ്, 199 ആ ഒരു റേഞ്ചിലാണ് ഇത് കിട്ടുന്നത്. ചില സമയത്ത് ഇത് 159 ആ റേഞ്ചിലേക്കും പോകുന്നുണ്ട്. അപ്പം ആ ഒരു റേഞ്ചിന് ഈ ലിപ്സ്റ്റിക്ക് വേർത്താണ്. പിന്നെ ഇപ്പം നമ്മൾ ഇങ്ങനെ ആക്കുമ്പോഴും ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ പോകുന്നുള്ളൂ. അപ്പം കുറച്ചും കൂടി സമയം നമ്മളിട്ട് സെറ്റായി വരുമ്പോഴേക്ക് അത് അത്യാവശ്യം അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പിന്നെ ഇപ്പം ഞാൻ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ, അതായത് നമ്മൾ ഏത് ലിപ്സ്റ്റിക് ഇട്ടാലും, ഞാൻ ലിക്വിഡ് ലിപ്സ്റ്റിക്കിനല്ല പറയുന്നത്, ഇപ്പോൾ ഒരു ക്രീമി അല്ലെങ്കിൽ ക്രയോൺ കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കുമ്പം ഓയിലൊക്കെ ഉള്ള ഫുഡ് ആയതുകൊണ്ട് എന്തായാലും കുറച്ച് ഫെയ്ഡ് ആവും. അപ്പം നമുക്ക് റീടച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ ഒരു മാൾസിന്റെ ഇത് അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഷെയ്ഡാണ്. അത്യാവശ്യം മാനേജ് ചെയ്യുന്നവർക്ക് ഇത് കുറച്ച് സമയം എന്തായാലും ലോങ് ലാസ്റ്റ് ചെയ്യും. പിന്നെ വാട്ടർ പ്രൂഫ് ആണോ ചോദിച്ചാൽ ഗൈസ്, നിങ്ങൾ ആലോചിക്കണം, ഇതാകെ ഈ റേറ്റിന് ഒരു പ്രൊഡക്റ്റ് വാട്ടർ പ്രൂഫ് ആക്കണം, ലോങ് ലാസ്റ്റിംഗ് ആക്കണം, നല്ല കളർ ആക്കണം. അപ്പം എന്തായാലും നമുക്ക് ഈ ബഡ്ജറ്റിൽ കിട്ടൂല. അപ്പം അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മളിങ്ങനെ ഓയിലൊക്കെ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇത് കുറച്ചും കൂടി പോണതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ട്. കണ്ടോ, ഓറഞ്ച് ആണോ ചോദിച്ചാൽ ഓറഞ്ച് അല്ല, ബ്രൗൺ ആണോ വെച്ചാൽ ബ്രൗൺ അല്ല. അത് ഓറഞ്ച് ബ്രൗണിന്റെ ഇടയിൽ വരുന്ന ഒരു ബ്രിക്ക്, ആ ഒരു ഷെയ്ഡ് തന്നെയാണ് ഇത് വരുന്നത്. സ്കിൻ ടോൺ ഈ കുറച്ചും കൂടി ലൈറ്റർ സ്കിൻ ടോൺ ആവുന്നതോറും കുറച്ചുകൂടി ഓറഞ്ച് ഷെയ്ഡ് കൂടി വരിക, അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്ത നമ്മളെ ഷെയ്ഡ് വന്നിട്ട് മാൾസിന്റെ ഐ എം ഡ്രമാറ്റിക് എന്ന് പറയുന്ന ഷെയ്ഡാണ് ഇപ്പം ഞാൻ പറയുന്നത്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏത് പ്രൊഡക്റ്റ്, ഏത് ലിപ്സ്റ്റിക് ആണോ കാണിക്കുന്നത് അതേ ഷെയ്ഡാണ് ഞാൻ ഇട്ടിട്ടുള്ളതും. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു ക്രയോൺ ലിപ്സ്റ്റിക് ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല, ഇതൊരു ക്രയോൺ ടൈപ്പാണ്. പിന്നെ ഗ്ലോസി അല്ല, പക്ഷെ മാറ്റും അല്ല, ഭയങ്കര ഒരു ക്രീമി ടെക്സ്ചറാണ് ഇതിനുള്ളത്. ഇതിന്റെ പറയാനാണെങ്കിൽ ഇത് വാട്ടർ പ്രൂഫ് ആണ്. പിന്നെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യും. അതായത് ഒരു 2-3 മണിക്കൂർ കഴിയുമ്പം
ഇതിങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോകാൻ തോന്നും. ഇങ്ങനെ ഒരു പൗഡറി ടെക്സ്ചർ ആവും. കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്കിങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും ഓരോ സൈഡ്. ഇല്ലെങ്കിൽ കുറേ സൈഡ് ഇങ്ങനെ ഗ്യാപ്പ് വരും, ആ പൗഡർ ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു പോയിട്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം തോന്നിയിട്ടുള്ളത്. പക്ഷേ അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് മാൾസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണിത്. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ സ്മഡ്ജ് പ്രൂഫാണ്, കണ്ടോ, ഒട്ടും ആവില്ല, സ്മഡ്ജ് പ്രൂഫാണ്. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പം ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ പൊടി പൊടിയായി പോവും, അത്രയേ ഉള്ളൂ. അപ്പം ഇതും നല്ലൊരു അഫോർഡബിൾ റേഞ്ചിൽ വരുന്നത്. അഫോർഡബിൾ റേഞ്ച് തന്നെയാണ്. ഒരു 300 ബിലോ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്. അടുത്തത് വന്നിട്ട് ഷുഗറിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. 17 ബ്രാൻഡി ഹാരിങ്ടൺ എന്ന് പറഞ്ഞ ഷെയ്ഡാണിത്. ഇത് ഞാൻ ഓൾറെഡി ഷോർട്സ് ചെയ്തിട്ടുണ്ട്. ഈ എല്ലാ ലിപ്സ്റ്റിക്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് ഇത്. ഞാനിതൊരു 2 വർഷമായി ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുള്ള ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആയിരുന്നു ഇത്. ആ ടൈമിൽ എക്സ്പെൻസീവ് ആയിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ കുറേ നാളിങ്ങനെ വിഷ് ലിസ്റ്റിലിട്ട് ഞാൻ ട്രൈ ചെയ്ത് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിച്ച ഒരു ഷെയ്ഡാണിത്. ഷുഗറിൻ്റെ ആണ്, ക്രയോൺ ലിപ്സ്റ്റിക് ആണ്. അത്യാവശ്യം ഞാൻ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്രൗൺ ആണ് ശരിക്കും ഷെയ്ഡ് വന്നിട്ട്, പക്ഷെ പക്ക ബ്രൗൺ അല്ല, ഒരു മെറൂൺ ബ്രൗൺ ആണ് ഷെയ്ഡ് വന്നിട്ട്. ഇത് അത്യാവശ്യം നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. പിന്നെ ക്രയോൺ ലിപ്സ്റ്റിക് ആയതുകൊണ്ട് അറിയാലോ, ചെറിയൊരു സ്ലൈറ്റ് ഗ്ലോസി ഫിനിഷ് ഉണ്ട്. റേഞ്ച് പറയുന്നതാണെങ്കിൽ ഞാൻ വാങ്ങിക്കുന്ന ഒരു ടൈമിൽ ഇത് 749 ആ ഒരു റേഞ്ചിലായിരുന്നു. നൈക്കയിൽ സെയിൽ ഉണ്ടാവുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് തന്നെ ബൈ 1 get 1 ഒക്കെ കിട്ടും. അപ്പം നല്ലൊരു ഓഫറാണിത്. അല്ലാത്ത സമയത്ത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മൾ ഇതേ ഷെയ്ഡിൽ മാൾസിൻ്റെ ഒരുപാട് ലിപ്സ്റ്റിക്സ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ചുണ്ടല്ലേ, അപ്പോൾ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡുള്ളവർക്ക് ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അടുത്തത് വന്നിട്ട് മെബിലിൻ്റെ സെൻസേഷണൽ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. 11 മെയ്ഡീസി എന്നാണ് ഈ ഷെയ്ഡ് വന്നിട്ട്. ഇത് മിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം. ഇതൊരു കൈൻഡ് ഓഫ് ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്സിൽ ഓൾമോസ്റ്റ് മിക്കതും ഒരു ബ്രൗൺ മെറൂൺ റെഡ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ബ്രൗൺ ആയിരിക്കും ലാസ്റ്റ്. അത് എന്തിട്ടാലും സെയിം കളറിനായിരിക്കും, ചെറിയൊരു ടിന്നിൻ്റെ വ്യത്യാസം ഉണ്ടാവും. ഒന്നിക്ക് ചിലപ്പോൾ അത് ഓറഞ്ചിഷ് ബ്രൗൺ ആയിരിക്കും, ഇല്ലെങ്കിൽ അതൊരു റെഡിഷ് ബ്രൗൺ ആയിരിക്കും, അങ്ങനെ. അപ്പം ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ്. അത്യാവശ്യം എല്ലാ സ്കിൻ ടോണിനും ഒരുപോലെ പോകുന്ന ഒരു അടിപൊളി ലിപ്സ്റ്റിക്കാണ്. നല്ല അഫോർഡബിൾ ആണ്. ഇത് 300 റേഞ്ചിലൊക്കെ, 300 ബിലോ ആണ് ശരിക്കും ഇതിൻ്റെ റേഞ്ച് വന്നിട്ട്. 253 അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ റേഞ്ച് വന്നിട്ട്. അത്യാവശ്യം നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. ലിക്വിഡ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ഡ്രൈ ആവും. ഒരു മാറ്റ് ഫിനിഷ് ആയിരിക്കും, നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഫുഡ് കഴിച്ചാലൊന്നും ഇതങ്ങനെ അത്ര പെട്ടെന്നൊന്നും പോവില്ല. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഫെയ്ഡ് ആവാതെ നിൽക്കും. അത്യാവശ്യം നല്ല ലിപ്സ്റ്റിക്കാണ്. എല്ലാ സ്കിൻ ടോണിനും നന്നായിട്ട് പോവും. ഞാനിപ്പോൾ കാണിക്കുന്നതൊക്കെ ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടോണിനും നന്നായിട്ട് പോണത് തന്നെയാണ് ഞാൻ മുന്നേ കാണിച്ച എല്ലാ ലിപ്സ്റ്റിക്. അടുത്തത് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ കാണിച്ചു തരുന്നത്. സ്വിസ് ബ്യൂട്ടിയുടെ റസ്റ്റി ന്യൂഡ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണിത്. ഷെയ്ഡ് അത്യാവശ്യം നല്ലൊരു ഷെയ്ഡാണ്. അതായത് നമ്മളിപ്പം നാട്ടിൽ നിന്നൊക്കെ അമ്പലത്തിലൊക്കെ പോകണം, പക്ഷെ എനിക്ക് ലിപ്സ്റ്റിക് ഇടണം, പക്ഷെ ഇട്ടുണ്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവാൻ പാടില്ല. അപ്പം ഞാൻ ഈ ലിപ്സ്റ്റിക്ക് പൊതുവായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ലിപ് ലൈനർ ആയിട്ടാണ് ഞാനിത് ശരിക്കും യൂസ് ചെയ്യുന്നത്. അതായത് എവിടൊക്കെയാണോ പിഗ്മെന്റഡ് ആയിട്ടില്ല, ആ പിഗ്മെന്റഡ് ആയിട്ടുള്ള ഭാഗത്ത് മാത്രം ജസ്റ്റ് ഒന്ന് ഇത് ടാബ് ചെയ്ത് കൊടുക്കും. ഫുൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊന്ന് നമ്മളെ ചുണ്ട് വാഷ് ഔട്ട് ആവുന്ന പോലെ ഫീൽ ചെയ്യും. കുറച്ചും കൂടി ഡാർക്കർ സ്കിൻ ടോണിനായിരിക്കും ഇത് നന്നായിട്ട് ചേരുക. കുറച്ചും കൂടി ലൈറ്റർ ആവും തോറും നമ്മളെ ചുണ്ട് വാഷ് ഔട്ട് ആയ പോലെ തോന്നും. പിന്നെ ലിപ്സ്റ്റിക്ക് അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഇതും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ ആമസോണിൽ അവൈലബിൾ ആണ്. അത് മാത്രമല്ല അത്യാവശ്യം നന്നായിട്ട് ലോങ് ലാസ്റ്റും ചെയ്യും. പിന്നെ പെട്ടെന്നൊന്നും ട്രാൻസ്ഫർ ആവില്ല. അപ്പം നമുക്ക് ട്രാൻസ്ഫർ പ്രൂഫാണ്, പക്ഷെ വാട്ടർ പ്രൂഫും ആണ്.
പിന്നെ നമ്മൾ അത്യാവശ്യം ലോങ് ലാസ്റ്റും ചെയ്യുന്ന ഒരു നല്ലൊരു ഷെയ്ഡാണ്. ഇട്ടുണ്ടെന്ന് പെട്ടെന്നൊന്നും ആൾക്കാർക്ക് മനസ്സിലാവില്ല. ബട്ട് ഈവൻ നമ്മൾ ഇട്ട് കഴിഞ്ഞാലും ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോഴും കയ്യിലൊന്നും ആവില്ല. അതാണ്, ഇതൊരു നല്ലൊരു ഷെയ്ഡാണ്. ഇതിലും അവർക്ക് ഒരുപാട് വെറൈറ്റി ഉണ്ട്. അപ്പം ഇത് എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇപ്പോൾ 418 റസ്റ്റി ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. അത്യാവശ്യം നല്ലൊരു ഷെയ്ഡാണ്. ഇപ്പം ഞാനിട്ടപ്പോഴും ഇപ്പം പെട്ടെന്ന് നോക്കുമ്പം ഫെയ്ഡ് ഔട്ട് ആവുന്ന പോലെ തോന്നും. പക്ഷെ കണ്ട 2 സ്കിൻ ടോണിന് വരുമ്പം ഇത് കുറച്ചും കൂടി ഡാർക്കർ ആവും, ഇത് കുറച്ചും കൂടി ലൈറ്റർ ഷെയ്ഡ് ആവും. അതാണ്, കുറച്ചുകൂടി ഫെയ്ഡായ ഒരു ഫീൽ ഉണ്ടാവും. ഓക്കെ, അടുത്തത് വന്നിട്ട് കുറച്ചുകൂടി ഒരു റെഡ് ടിൻറ്റ് തരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ കാണിക്കുന്നത്. നൈക്കയുടെ കെയിൽ സ്മൂത്തി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണിത്. കാണുന്നുണ്ടോ? ഓക്കെ. അടുത്തത് വന്നിട്ട് നൈക്കയുടെ കെയിൽ സ്മൂത്തി എന്ന് പറയുന്ന ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. അപ്പോൾ ഇപ്പൊ ഞാൻ ഇട്ട സെയിം കളറാണ്, ഒരു റെഡ് ആയിരിക്കും. ഇതും കൈൻഡ് ഓഫ് ഒരു ബ്രൗൺ ആണ്. പക്ഷെ ഇട്ട് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒരു ബ്രൈറ്റ് ഒരു റെഡിഷ് ബ്രൗൺ ഷെയ്ഡായിരിക്കും കിട്ടുന്നത്. കുറച്ചും കൂടി ന്യൂഡ് ആ കാറ്റഗറിയിൽ വരുന്നതല്ല. ഇടുമ്പം തന്നെ കുറച്ച് അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. പക്ഷെ ഇത് പറയാനുള്ളത് ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ക്രീമി ടെക്സ്ചറാണുള്ളത്. അപ്പം നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ഇട്ട് കഴിഞ്ഞിങ്ങനെ ഒന്നിക്ക് സ്വാച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ടിഷ്യൂ വെച്ച് ഡാബ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു മാറ്റ് ഫിനിഷ് ആവും. എനിക്ക് പേഴ്സണലി മാറ്റ് ഫിനിഷാണ് ഇഷ്ടം. അപ്പം മാറ്റ് ഫിനിഷ് ആവും. മാറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പ്രൈസ് റേഞ്ചിന് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഒരു 2-3 ലെയറൊക്കെ ഇടുന്ന സമയത്ത് ഇത് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. വാട്ടർ പ്രൂഫാണ്, സ്മഡ്ജ് പ്രൂഫാണ്. എല്ലാ സ്കിൻ ടോണിനും ഒരുപോലെ പോകുന്ന ഒരു ഷെയ്ഡാണ്. കാരണം ഇത് ബ്രൈറ്റ് ഷെയ്ഡാണല്ലോ, ഒരു ബ്രൈറ്റ് റെഡ് അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാ സ്കിൻ ടോണിനും നന്നായിട്ട് പോകുന്ന ഒരു കിടിലൻ ഷെയ്ഡാണിത്. ഇതിൻ്റെ റേഞ്ച് വന്നിട്ട് 500 to 600 ആണെന്നാണ് തോന്നുന്നത്. എനിക്ക് ഇപ്പോഴത്തെ കറണ്ട് റേഞ്ച് എനിക്ക് അറിയില്ല. ഞാൻ വേണമെങ്കിൽ ഞാൻ ആമസോണിലോ അവിടെ ചെക്ക് ചെയ്തിട്ട് ഞാൻ അത് ഇടാം. ഓക്കെ, അടുത്തതൊരു ഇടിവെട്ട് റെഡ് ഷെയ്ഡാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഷുഗറിൻ്റെ സ്മഡ്ജ് മീ നോട്ട് എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണിത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ബ്രേസൺ റേസിൻ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. 01 ബ്രേസൺ റേസിൻ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇത് ഞാൻ എന്തോ വാങ്ങിച്ചപ്പോൾ എനിക്ക് ഫ്രീ കിട്ടിയതാണ്. പക്ഷേ ലിക്വിഡ് ലിപ്സ്റ്റിക് ആയതുകൊണ്ടോന്നറിയില്ല, വല്ലാത്തൊരു, ശരിക്കും പറഞ്ഞാൽ ഇതൊരു കിടിലൻ ലിപ്സ്റ്റിക് തന്നെയാണ്. ഇത് മിനി ലിപ്സ്റ്റിക് ആണ് കേട്ടോ, ഷുഗറിൻ്റെ മിനി ലിപ്സ്റ്റിക് ആണ്. ഇതിന് വലുതും അവൈലബിൾ ആണ്. നമ്മളിങ്ങനെ പാർട്ടിക്ക് പോകുമ്പം ഇല്ലെങ്കിൽ കല്യാണം അങ്ങനത്തേനൊക്കെ പോകുമ്പം കുറച്ച് ഡിമ്മ് ഡ്രസ്സാണെങ്കിൽ നമ്മളെ ഫേസ് കുറച്ചും കൂടി ബ്രൈറ്റ് ആക്കാൻ വേണ്ടി ഈ ലിപ്സ്റ്റിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഈ ലിപ്സ്റ്റിക്ക് പൊതുവെ ഒറ്റയ്ക്ക് ഇടാറില്ല. ഞാൻ ഏതിൻ്റെങ്കിലും ഒന്നിച്ച് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഈ സൈഡ് ഫുള്ള് വേറെ ഏതെങ്കിലും വെച്ചൊന്ന് ഫില്ല് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുമ്പം ഇത് വേറെ തന്നെ ഒരു ഷെയ്ഡാവും. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡാണ്. പക്ഷേ ഇതൊരു എവറിഡേ ഷെയ്ഡായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ ഇടുമ്പോൾ ഇത് കുറച്ചൊന്ന് ബ്രൈറ്റനാക്കുന്നത് കൊണ്ട് കുറച്ചിങ്ങനെ ഒന്ന് ആൾക്കാർ പെട്ടെന്നൊന്ന് നമ്മളെ ശ്രദ്ധിക്കും. അപ്പം ഇങ്ങനെ ഫങ്ഷനൊക്കെ പോകുമ്പം ഇത് നല്ലൊരു അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഒരു നല്ല ലിപ്സ്റ്റിക്കാണ്. സ്മഡ്ജ് പ്രൂഫാണിത്, വാട്ടർ പ്രൂഫാണ്. പിന്നെ ലോങ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് നമ്മളധികം പറയേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ട, കുറച്ച് സമയം കഴിഞ്ഞ് ഈ ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ ആ ഗ്ലോസി ഫിനിഷ് ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ സ്വാച്ച് ചെയ്താലും ഒന്നും ആയില്ല. അടുത്ത ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നൈക്കയുടെ 20M കാരമൽ മാർഗരീറ്റ ആണ്. ഞാൻ ഇട്ട പോലെ തന്നെ നമ്മളൊരു ക്യാരമലിൻ്റെ കളർ എന്താണോ ഒരു ബ്രൗൺ കളറാണ് ഇത് വന്നിട്ട്, ബ്രൗൺ ടിൻ്റാണ് ഇതിൻ്റെ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എവറിഡേ ലിപ്സ്റ്റിക്കാണ്. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെയിലി വെയർ ലിപ്സ്റ്റിക്കിലാണ് ഇത് വരുന്നത്. ഇതെനിക്ക് നൈക്ക ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അയച്ചു തന്നിട്ടുണ്ടായതായിരുന്നു. ഇത് 2 സെയിം ഷെയ്ഡാണ് കിട്ടിയത്. ഞാൻ അതൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് എല്ലാ സ്കിൻ ടോണിനും നന്നായിട്ട് പോകുന്നൊരു ഷെയ്ഡാണ്. ഒരു കോഫി ബ്രൗൺ ആ കൈൻഡ് ഓഫ് ഷെയ്ഡാണിത്. നമ്മളിങ്ങനെ ഗ്ലോസി ഫിനിഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. പിന്നെ ഇതിൽ കാണുമ്പോൾ ഒരു ബ്രൗൺ അല്ല, ശരിക്കും ഇടുമ്പം കുറച്ചും കൂടി ഒന്ന്
കുറച്ചും കൂടി ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ടോയെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പക്ക സെയിം ഷെയ്ഡ് തന്നെയാണ് നമുക്ക് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് അറിയില്ല, എനിക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. ഗൈസ്, ഇതാണ് എൻ്റെ കയ്യിലുള്ള ഡെയിലി വെയർ അഫോർഡബിൾ ആയിട്ട് വരുന്ന കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ്. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്, എന്നാൽ അത്ര അധികം എക്സ്പെൻസീവും അല്ല. അപ്പോൾ ഇതെല്ലാ സ്കിൻ ടോണിനും പോകുന്ന ഷെയ്ഡാണ് ഞാൻ കാണിച്ചതിൽ മിക്കതും. 1-2 മാത്രമേ ഉള്ളൂ ചെറിയൊരു നമുക്കൊരു ഫെയ്ഡ് ഔട്ട് ആവുന്ന അല്ലെങ്കിൽ വാഷ് ഔട്ട് ആവുന്ന പോലെ തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ സ്കിൻ ടൈപ്പ് ഏതാണോ, നിങ്ങൾക്ക് ഏത് രീതിയിലുള്ളതാണോ ആവശ്യം എന്ന് വെച്ചാൽ നിങ്ങൾ അത് നോക്കിയിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.